നേപ്പാൾ നമ്മുടെ ഒരു പൈതൃകം നടത്തിയ സ്ഥലം നേപ്പാൾ കാണാൻ പോകുന്നത്. ഗുരുവായൂർ വന്നിട്ട് ഗുരുവായൂർ സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം. ഗുരുവായൂർ അതേലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നേപ്പാളിൽ പോയി വരുന്ന നേപ്പാളിലെ കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നേപ്പാളിലേക്ക് ഒരു യാത്ര ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അത് ഇന്ന് 17-ാം തീയതി ഒക്ടോബർ 2025 തിങ്കളാഴ്ച. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായിട്ട് വീഡിയോകളൊന്നും ഇട്ടില്ലായിരുന്നു. അതിൻ്റെ കാരണം ഒന്നാമത്തത് സമയമില്ല, രണ്ടാമത്തത് ദൂരയാത്രകളൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു ദൂരയാത്രയ്ക്ക് ഇറങ്ങിയതാണ്. 18-ാം തീയതി നവംബർ 2025 ഗുരുവായൂർ നിന്നും നേപ്പാളിലേക്കൊരു യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ യാത്രയുടെ ഇടയിൽ നമ്മൾ നല്ല സ്ഥലങ്ങളോ നല്ല കാഴ്ചകളൊന്നും കാണാൻ കയറിയിട്ടില്ല. നേരിട്ട് നേപ്പാളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ 14 ഡിഗ്രിയാണ് തണുപ്പ്. ഞാൻ നിൽക്കുന്നത് തെലുങ്കാനയിലാണ്. തെലുങ്കാനയിൽ ഹൈവേയുടെ നടുക്കാണ് ഞാൻ നിൽക്കണത്. അപ്പോൾ നമ്മുടെ യാത്ര ഹൈദരാബാദിൽ നിന്നും മഹാരാഷ്ട്ര കൂടി UP-യിലേക്ക് കയറുന്ന ഹൈവേയിലാണ്. ഈ ഹൈവേയിലേക്ക് കയറിയപ്പോൾ ഈ ഹൈവേയിൽ നിന്നല്ല, തെലുങ്കാനയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചില കാഴ്ചകളുണ്ട്. നെല്ല്, ഇത് ലോറിബയാണ് ശരിക്കും ഹൈവേയുടെ സൈഡിൽ വലിയ വലിയ വാഹനങ്ങൾ നിർത്തിയിടാൻ വേണ്ടി. ഇത് കണ്ടോ, ഇത് നെല്ലാണ്. ഇത് ഏതാ അരിയെന്ന് മനസ്സിലായോ? നമ്മുടെ നാട്ടിൽ വരുന്ന ഏറ്റവും ചെറിയ നെല്ലാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള അരിയുടെ നെല്ലാണ്. ഈ നെല്ലുകൾ കംപ്ലീറ്റ് കൊയ്ത് ഈ ലോറി ബേയിലാണ് ഇവരേന് ഉണക്കിയിരിക്കണത്. ഇവിടെ തന്നെ 2, 4, 6, 8, 9 കൂനകളായിട്ടാണ് കൂട്ടിയിരിക്കണത്. മനസ്സിലായില്ലേ? ധാരാളം നെല്ലുകൾ ഇതേപോലെ ലോറി ബേയിൽ സൈഡിലേക്ക് ഉണക്കി കൂട്ടുന്നതായിട്ട് കണ്ടു. അത് ഒരു കർഷകർക്ക് വേണ്ടി ഹൈവേ അതോറിറ്റി ചെയ്തു കൊടുക്കുന്നൊരു സഹായമാണെന്ന് തോന്നുന്നു ഈ ഒരു സീസണിൽ ഇത് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ലോറികൾ നിർത്തിയിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലുമാണ്. അതിവിടെയൊക്കെ മിക്ക ലോറി ബേയിലും ഉണ്ട്. നമുക്കതങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ നിർത്തി കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കാമറെഡ്ഡി എന്നാണ്. കാമറെഡ്ഡി, തെലുങ്കാന. കാമറെഡ്ഡി ടൗണ് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഒരു കിലോമീറ്റർ കഷ്ടി. കാമറെഡ്ഡി ടൗണിൻ്റെ സൈഡിൽ കൂടി പോകുന്ന, ടൗണുമായി ഒരു ബന്ധമില്ല ഇതിന്, സൈഡിൽ കൂടി പോകുന്ന ഹൈവേ ആണ്. അപ്പോൾ ഈ ധാബയിലാണ് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചത്. ടെൻ്റ് കാണണ്ടേ? നമ്മൾ യാത്രയിൽ കഴിഞ്ഞ രാത്രി ഉറങ്ങിയത് ഒരു ഹോട്ടലിലാണ്. അത് ബാർ അറ്റാച്ച്ഡ് ഹോട്ടലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഇവർ വന്ന് ചായ കുടിച്ച് നമ്മൾ ചോദിച്ചു ഇവിടെ ടെൻ്റ് അടിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ടെൻ്റ് അടിച്ചോളാം. അങ്ങനെ ഞങ്ങൾ ടെൻ്റ് അടിക്കാൻ തീരുമാനിച്ചു. രാത്രി ടെൻ്റ് അടിച്ചു. ഈ ടെൻ്റ് ഇതിനകത്ത് മടിയന്മാർ 3 ആളും കിടന്നുറങ്ങാണ്. ഇതാ കണ്ട, താഴെ ഒരു ടെൻറ്റ്, മേലെ വണ്ടിയിൽ അറ്റാച്ച് ചെയ്തിട്ട് ടെൻറ്റ്. ഈ ടെൻറ്റിൽ ആണ് നമ്മൾ ഇന്നലെ രാത്രി കഴിഞ്ഞത്. ഉച്ചത്തേക്കുള്ള ഫുഡ് ഞങ്ങൾ റെഡിയാക്കി കയ്യിലാക്കിയിട്ടുണ്ട്.
ഞങ്ങൾക്ക് രാത്രി കൂട്ട് കിടക്കാനായിട്ട് വേറെ കുറച്ച് ടീം ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ പന്നിക്കുട്ടൻ കണ്ട, കുഴപ്പമൊന്നുമില്ല. അവിടെ വന്നിട്ട് എന്തൊക്കെ തീറ്റ തന്നിട്ട് അങ്ങനെ പോവാണ്. കുറെ അടുത്തുണ്ട്, സെറ്റാക്കില്ല.